السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ബാക്ക് ബൈറ്റിംഗ് എന്ന ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അക്കൗണ്ടുകൾ മരവിച്ചു പോകുന്ന, ഫ്രീസായി പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ഇത് നാം അറിയാതെയാണ് ഈ വൈറസ് നമ്മിലേക്ക് കടന്നു കൂടുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അക്കൗണ്ട് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അന്ന് നാം ഡെപ്പോസിറ്റ് ചെയ്ത മുഴുവനും നഷ്ടമായി എന്നാണ് കാണിക്കുന്നത്. അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി ബാക്ക് ബൈറ്റിംഗ് എന്ന വൈറസാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു. സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൽ ഗീബ, നബിയെ what is the backbiting? എന്താണ് ബാക്ക് ബൈറ്റിംഗ്? ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പരദൂഷണം എന്ന് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞത്, ദിക്റുക അഖാക ബിമാ യക്റഹ്, താൻ നിങ്ങൾ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ ആരായിരുന്നാലും മറ്റൊരാളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ആ കാര്യം ആരെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് അത് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അപ്പം നാം ആരെക്കുറിച്ചാണോ ഒരു കാര്യം പറയുന്നത് അത് അദ്ദേഹം അറിഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ് ബാക്ക് ബൈറ്റ്, ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പോ സഹാബാക്കള് എടുത്തു ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, അപ്പോൾ ഞാൻ പറയുന്ന തെറ്റ് അയാൾ ചെയ്ത തെറ്റാണെങ്കിലോ, അല്ലെങ്കിൽ ആ സ്ത്രീ ചെയ്ത തെറ്റാണെങ്കിലോ, അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റാണ് ഞാൻ പറയുന്നതെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇൻ കാന ഫീഹിമാ തഖൂൽ ഫഖദ് ഇബ്തഗൂ, ഇൻ കാന ഫീഹിമാ തഖൂലു ഫഖദ് ഇബ്തഗൂ, മോശമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് മോശമുള്ളൊരു വിഷയമാണ്, അത് പറയുന്നത് അദ്ദേഹം അറിഞ്ഞാൽ ഇഷ്ടപ്പെടൂല, അത് ഗീബത്താണ്. അപ്പോൾ ഇൻ കാന ഫീഹിമാ തഖൂലു വഖദ് ഇബ്തഗൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ വീണ്ടും ചോദിച്ചു, അങ്ങനെ ആണ് എങ്കിൽ, അദ്ദേഹം ചെയ്ത കാര്യമാണെങ്കിൽ അത് ഗീബത്തും വഇല്ലം യകുൻ ഫീഹിമാ തഖൂൽ, നിങ്ങൾ ആ പറയുന്ന വിഷയം അദ്ദേഹത്തിന് ഇല്ലാത്ത വിഷയമാണ് എങ്കിൽ, ആദ്യം നിങ്ങൾ പറഞ്ഞത് ഉള്ള വിഷയമാണ്, അത് അദ്ദേഹത്തിന് പറയുന്നത് ഇഷ്ടമല്ല, അത് ഗീബത്താണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഇല്ലാത്ത വിഷയമാണ്, എന്നാൽ ഫഖദ് ബഖത്തുഹു, അദ്ദേഹത്തെ പറ്റി നിങ്ങൾ പച്ചക്കളവ് പറഞ്ഞു എന്നാണ്. അപ്പോ ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും, ഉള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയുന്ന ഇഷ്ടമല്ല ഗീബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കൽ. സത്യത്തിൽ ഇനി ഒരാള് ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ ഒരു ഗുണകാംക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകാംക്ഷിയുടെ ലക്ഷണം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തെ രഹസ്യമായി ആ വിഷയം അറിയിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കലാണ്. മറിച്ച് അദ്ദേഹം അല്ലാത്ത മറ്റൊരാളോട് പ്രകടിപ്പിക്കൽ ഗുണകാംക്ഷിയുടെ ലക്ഷണമല്ല. ആ പ്രചരണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാകാം, നോമ്പെടുത്തിട്ടുണ്ടാകാം, സുന്നത്തുകൾ ചെയ്തിട്ടുണ്ടാകാം, ദിക്റുകൾ സ്വലാത്തുകൾ ഒക്കെ ചൊല്ലിയിട്ടുണ്ടാകാം. പക്ഷേ
ഈ ചെയ്ത നിസ്കാരങ്ങളും ഖുർആൻ ഓതലുകളും ഈ ദിക്റുകളും ഈ സ്വലാത്തുകളും ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ പറഞ്ഞ ആളിന്റെ അക്കൗണ്ട് ഫ്രീസായി. അപ്പൊ സത്യത്തിൽ ഇവിടെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കല് അക്കൗണ്ടുകൾ ഒരുപാട് ആകുന്നത്, നന്മ വർദ്ധിക്കുന്നത് ഗീബത്തുകാരെ കൊണ്ടാണ്. ഗീബത്തുകാര് പറയുന്നത് കൊണ്ട് ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുടെ അക്കൗണ്ടുകൾ ഭീമമായി കൊണ്ടിരിക്കും. പറഞ്ഞ ആൾ ചെയ്ത നന്മകൾ അങ്ങോട്ടേക്ക് മാറുന്നു, പറയപ്പെട്ട ആൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉയരുന്നു. അപ്പൊ സത്യത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട നിസ്കാരം, നമ്മൾ കഷ്ടപ്പെട്ട സ്വതക്ക, നമ്മൾ കഷ്ടപ്പെട്ട സക്കാത്ത്, നമ്മൾ കഷ്ടപ്പെട്ട സ്വലാത്ത് മജ്ലിസ്, കഷ്ടപ്പെട്ട ദിക്ർ മജ്ലിസ്, കഷ്ടപ്പെട്ട ദർസ്, കഷ്ടപ്പെട്ട പള്ളി സേവനങ്ങള്, കഷ്ടപ്പെട്ട മാതാപിതാക്കളെ നോക്കല്, കഷ്ടപ്പെട്ട മക്കളെ നോക്കല്, കഷ്ടപ്പെട്ട കുടുംബത്തെ പരിപാലിക്കല്, ഇതിന്റെ എല്ലാം നന്മ ആർക്ക് പോയി? ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവളുടെ അക്കൗണ്ടിലേക്ക് പോയി. അപ്പൊ സത്യത്തിൽ ഗീബത്ത് പറയുന്ന ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് ഗീബത്ത് പറയപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നത് എന്ന ബോധം ഗീബത്ത് പറയുന്ന ആളിന് വന്നു കഴിഞ്ഞാൽ ആ പണി അവിടെ വെച്ച് നിർത്തും. കാരണം കഷ്ടപ്പെട്ട് വല്ലവനിക്കും കൊണ്ട് കൊടുക്കണോ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഗീബത്ത് ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും അക്കൗണ്ട് ഫ്രീസാകും. അക്കൗണ്ട് ഫ്രീസാകാതിരിക്കാൻ ബുദ്ധിമാന്മാർ ചെയ്യുന്നത് ഗീബത്തിൽ നിന്നും മാറി നിൽക്കലാണ്. അഥവാ ഉള്ളതും പറയാൻ ഞാനില്ല, ഇല്ലാത്തതും പറയാൻ ഞാനില്ല. അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. അക്കൗണ്ടുകൾ സേവ് ചെയ്യുന്നവരുടെ ലക്ഷണമാണ്. അക്കൗണ്ട് ഫ്രീസാക്കുന്നവരുടെ ലക്ഷണമാണ് മറ്റൊരാളെ കുറിച്ച് പ്രചരണം നടത്തുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ബാക്ക് ബൈറ്റിംഗിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാകട്ടെ. അക്കൗണ്ട് ഫ്രീസാകുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.